ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനും നമ്മുടെ തമ്പനിയിലെ കണ്ട് വന്നാന്നറിയാം. അപ്പോൾ സത്യമാണ് നമ്മൾ പുതിയൊരു യാത്രക്ക് പോവാണ്. യാത്ര നേപ്പാളിലാണ്. നമ്മൾ ബേസ് ക്യാമ്പ് കയറാൻ പോകണം. ഓക്കെ, എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇതാ എൻ്റെ അളിയുണ്ട്, നമ്മുടെ കുട്ടിയുണ്ട്. ഹായ് വരി. Hey guys, no worry. ഇപ്പോൾ പേരുമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സീരീസ് മുതലാണ്ട് തകർക്കണം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മുടെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങൾ, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഫുള്ളില്ല, പക്ഷേ കുറേയൊക്കെ ഉണ്ട്. ബാക്കി കുറേ സാധനങ്ങൾ ഫുള്ള് കാഠ്മണ്ഡു പോയിട്ട് അവിടെ നിന്ന് വാങ്ങാനാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഏറ്റവും ചീപ്പായിട്ട് ഈ ടൂറിന് നമുക്ക് നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും കാണുക. ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഉണ്ടോ ഫുള്ള് സാധനങ്ങൾ സെറ്റാണ് ഇവിടെ. ഇപ്പോൾ ഓരോന്നോരോന്നേ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് നമ്മുടെ ജാക്കറ്റ്. ഓക്കെ, ഈ ജാക്കറ്റ് ഇടാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയില്ല. നമുക്ക് എവറസ്റ്റ് കയറാൻ പോകുമ്പോൾ മിനിമം -10 വരെ താങ്ങണ ശേഷിയുള്ള വേണം, അല്ലെങ്കിൽ പണി പാടിപ്പോകും. അപ്പോൾ ഇത് ആദ്യം നമുക്കവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ടീമിനായിട്ട് ചോദിച്ചാൽ വേണം ഇത് നടക്കുമെന്നുള്ളത്. ഇല്ലെങ്കിൽ തന്നെ വേറെ പുതിയ. പിന്നെ ഇത് ഞാൻ ഡെക്കാത്ലോന്ന് വാങ്ങിയിട്ടുള്ള ഇതാണ്, മറ്റേ തെർമൽസ് ഒന്നുള്ളൂ. ബാക്കി ഫുള്ള് ഞാൻ കാഠ്മണ്ഡു പോയിട്ട് വാങ്ങും. കാരണം അവിടെ ചീപ്പ് ഇതിൽ പോകണം. പിന്നെ ഒരു ടീഷർട്ട്, ഒരു മറ്റേ ജേഴ്സി ഉണ്ട്. പിന്നെ 2 ടീഷർട്ട്. ഇതൊരു ടീഷർട്ടാണ്. പിന്നെ 1 ഏപ്പട്ടുണ്ട്. പിന്നെ ഇതാ 2 ഷർട്ട്. പിന്നെ ടർക്കി. ഞാൻ അഥവാ എന്തെങ്കിലും ഞാൻ കുഴിച്ചാൽ തല കൊടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ നെക്ക് വാമറാണ്. കഴുത്തിലിടാം, തലയിലിടാം, എല്ലാത്തിലും ഇടാം. മറ്റേ ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സിൽ ഇട്ട സാധനം. ഞാൻ അങ്ങോട്ട് കടം വാങ്ങി. പിന്നെ ഇത് ഡെക്കാത്ലോന്ന് വാങ്ങിയിട്ടുള്ള ഗ്ലൗസിൻ്റെ ലൈനറാണ്, ഗ്ലൗസിൻ്റെ ഉള്ളിലിടണ. ഇത് നല്ലൊരു പൈസയായി. കണ്ടോ, അത് 700 രൂപയായി. ഇത് ശരിക്കും വാങ്ങണ്ടായിരുന്നു. നമുക്ക് മറ്റേ കാഠ്മണ്ഡുന്ന് വാങ്ങിയാൽ മതിയായിരുന്നു, ചീപ്പായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഒന്ന് വാങ്ങിയിട്ട്. പിന്നെ ഇതാ മങ്കി ക്യാപ്പ്, എന്തായാലും ആവശ്യം വരും. പിന്നെ നോർമൽ സാധനങ്ങൾ, ചെരുപ്പ്, മൗത്ത് വാഷ്, ബ്രഷ്, പിന്നെ 3 സെറ്റ് കണ്ണട. പിന്നെ മമ്മൂട്ടി കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണടയുള്ള ആൾ ഞാനാണെന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പിന്നെ 3 കണ്ണട എടുത്തു. പിന്നെ സൺസ്ക്രീന് 50 ഉണ്ടോ, 50-ൻ്റെ ആണ് വാങ്ങിയത്. ഇപ്പോൾ ഹൈ ആണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. മറ്റേ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്ത വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എന്നാലും പിന്നെ ലിപ് ബാം. പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഗ്ലൗസ് ഉണ്ട്. എന്തായാലും ഗ്ലൗസ് അവിടെ പോയിട്ട് കാഠ്മണ്ഡു പുതിയ വാങ്ങും. എന്നാലും തൽക്കാലം ഇത് നടക്കുമെങ്കിൽ ഇത് അത്രയും പൈസ ലാഭിക്കാമല്ലോ. അപ്പോൾ എന്തായാലും അത്. പിന്നെ ഒരു 5 പേർ സോക്സ് എടുത്തിട്ടുണ്ട്. ട്രക്കിംഗ് സോക്സിന് പകരം ഇത് യൂസ് ചെയ്യാച്ചിട്ടാണ്. പിന്നെ മറ്റേ വൂളൻ സോക്സ് ഉണ്ട്. വൂളൻ സോക്സ് നമ്മൾ കാഠ്മണ്ഡു പോയിട്ട് വാങ്ങും. പിന്നെ ഇതാണ് എൻ്റെ എനർജി ബാർ. മാർസ് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. പിന്നെതാ ഒരു പാക്കറ്റ് ബദാമുണ്ട്. ഇതൊക്കെ എന്തായാലും വേണം, കാരണം നടക്കുന്ന സമയത്ത് എനർജി വളരെ നിർബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇപ്പോൾ കഴിക്കാനില്ല. ഞാൻ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ കഴിക്കാനാണ്. പിന്നെ 2 എന്താ പറയുക ഹുഡി ഉണ്ട്. ഹുഡി തന്നെ കട്ടിയുള്ള ഫുൾ സ്ലീവ് ബനിയൻ. പിന്നെ ഇത് എക്സ്പോന്ന് കിട്ടിയിട്ടുള്ള സ്ലീവാണ്. ഇപ്പോൾ സ്ലീവ് ഒന്നുണ്ട്. പിന്നെ എക്സ്പോ തന്നെ കിട്ടിയിട്ടുള്ള ബാഗ്. ഇത് ചെറിയ സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിപ്പോൾ 2 ബുക്കുണ്ട്. പിന്നെ ഒരു ക്യാപ്പ്, അതും എക്സ്പോ നമുക്ക് എന്തൊക്കെ തന്നൂലേ. ഇത് എക്സ്പോ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ കാണണം. പിന്നെ ഇത് എൻ്റെ ക്യാമറ 2 ക്യാമറ കൊണ്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ യൂസ് ചെയ്യാൻ വിചാരിക്കാം അല്ലേ.
ഫോട്ടോസൊക്കെ എടുക്കണം എന്തായാലും. പിന്നെ എൻ്റെ ഗോപ്രോയിലാണ് ഇപ്പോൾ എടുക്കുന്നത് വീഡിയോ, അതുകൊണ്ട് പിന്നെ ഗോപ്രോ. പിന്നെ എല്ലാത്തിനും ചാർജർ, അത് ഇത്, പിന്നെ ഹെഡ്സെറ്റ്, നമ്മുടെ ഗോപ്രോ ബാറ്ററി, ചാർജർ, വാച്ച്. ഞാൻ പോയി നല്ല പുതിയ ഫോണൊക്കെ വാങ്ങി കണ്ടോ, ഹൈടെക്കായി. പിന്നെ പാസ്പോർട്ട്, പിന്നെ ഹാർഡ് ഡിസ്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് രണ്ട് 20,000-ൻ്റെ ഇതാണ്, എന്താ പറയുക, പവർ ബാങ്ക് കേട്ടോ, 2 ഇതിപ്പോൾ പുതിയ വാങ്ങിയാണ്. ഈ സാധനം ഇതുവരെ ചാർജ് ആയിട്ടില്ല, അതാണ് ഇപ്പോൾ ടെൻഷൻ. കാരണം ഇത് 2 വെക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ ഈ ഗോപ്രോൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് മൊബൈലിന് വേണ്ടിയിട്ട്. കാരണം കാഠ്മണ്ഡു അവിടെ പോയി കഴിഞ്ഞാൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ചാർജിങ്ങിന് നമ്മൾ പൈസ കൊടുക്കണം, ഓരോ പോയിൻറ്റിന്. അപ്പോൾ ഇതൊരു വട്ടം ചാർജ് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ ഇതാണ് ബാഗിക്ക് പോകണമെങ്കിൽ പിന്നെ നമുക്ക് പാൻറ്റ് കാണിച്ചിട്ട് 2 ജോഗർ എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു 3/4 എടുത്തിട്ടുണ്ട്. കാരണം അധികം ഡ്രസ്സ് എടുത്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് അങ്ങനെ ഇട്ട് കളിക്കാനൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു ഡ്രസ്സിൽ തന്നെ മാക്സിമം ഓട് ചെയ്യാം. പിന്നെ അണ്ടർവെയർ ഒരു 5-6 അണ്ടർവെയർ എടുത്തിട്ടുണ്ട്. അണ്ടർവെയർ നമുക്ക് സാമ്രാജ്യം തന്നെ കയ്യിലുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിനൊരു കുറവില്ല. ഓക്കെ, പിന്നെ പുതപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. പുതപ്പ് ആദ്യം ഇതെല്ലാം കൂടി ബാഗ് കയറ്റി നോക്കട്ടെ. ബാഗ് കയറ്റിയിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം പുതപ്പ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ഫൈനൽ നമ്മുടെ ബാഗ്. ഈ ബാഗ് ഞാൻ ഡെക്കാത്ലോന്ന് വാങ്ങിയത്, 50 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. ഈ ബാഗ് വാങ്ങിയിട്ട് തന്നെ എൻ്റെ കുറേ പൈസ പോയി, ഒരു 5,000-6,000 രൂപ ബാഗിന് മാത്രം പോയി. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ മാക്സിമം നമ്മൾ എന്താ പറയുക സേവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പറ്റുന്നത്, ഇനി ഈ ട്രിപ്പിന് പോകാനുള്ള പൈസൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ട്രിപ്പ് ഞാൻ പോണത് നോമാഡ്ലർ എന്ന് പറഞ്ഞുള്ള ടീമിൻ്റെ ഒപ്പമാണ്. നിങ്ങൾ ഓൺലൈനൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ കുറേ ആയിട്ട് കാഠ്മണ്ഡു എന്ന് പറയുന്നത് EBC ട്രക്കൊക്കെ നടത്തുന്ന ടീമാണ്. അപ്പോൾ അവരൊപ്പമാണ് ഞാൻ പോണത്. അപ്പോൾ അവരുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ പാക്കേജ് ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കുറവുണ്ട്. 20,000-നാണ് പാക്കേജ്. അപ്പോൾ 20,000 പാക്കേജ്, പിന്നെ ഫുഡ് ബാക്കി കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിലൊരു 15,000 to 20,000 കയ്യിലൊക്കെ അവർ പറയുന്നുണ്ട്, ഇന്ത്യൻ റുപ്പീസ്. അത് പിന്നെ നേപ്പാളിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 20,000 കയ്യിൽ വെക്കുന്നുണ്ട്. കാരണം ഇതല്ലാതെ ഈ ചാർജിങ് കുറേ ഉള്ളതുകൊണ്ട് ചാർജിങ്ങിനും ഇതൊക്കെ ഭയങ്കര പൈസയാണ്. ഓരോ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 20,000 റുപ്പീസ് വെക്കേണ്ട കയ്യിൽ. പിന്നത്തെ ചിലവ് കാരണം ഇവിടുന്ന് ട്രെയിനിൽ അത് ഞാൻ ഇപ്പോൾ ഒറ്റപ്പാലത്തു നിന്ന് ഝാൻസി പോയിട്ട് ഝാൻസിയിൽ നിന്ന് ഗോരഖ്പൂർ പോകുന്നു, അങ്ങനെ ട്രെയിൻ എടുത്തിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 1,200 രൂപ ട്രെയിൻ ടിക്കറ്റ് ചിലവ് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് നേപ്പാൾ പോയിട്ട് നമ്മൾ ഗോരഖ്പൂരിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് ബോർഡർ പോയിട്ട് നടന്ന് ക്രോസ് ചെയ്യാൻ പ്ലാൻ. അപ്പോൾ പിന്നെ അങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കാഠ്മണ്ഡു ബസ്സിൽ. അത് എത്രയെന്നുള്ള അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1000 സംതിങ് നേപ്പാളി റുപ്പീസാണ് വരിക തോന്നുന്നു, അറിയില്ല. പിന്നെ അങ്ങോട്ട് പോയി അവിടുന്ന് പർച്ചേസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഏതൊക്കെ പർച്ചേസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം കട്ടക്ക് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അങ്ങനെ അപ്പോൾ ഓക്കെ, ബൈ.